പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വസതികളിൽ ഉൾപ്പെടെ ഇഡി നടത്തിയ റെയ്ഡിൽ മൗനം തുടർന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. ഇന്നലെയും ഇന്നുമായി മാധ്യമങ്ങൾ പലതവണ പ്രതികരണം തേടിയെങ്കിലും മുഖ്യമന്ത്രി പ്രതികരിച്ചില്ല. ഇതിനിടെ റെയ്ഡിനെതിരെ മന്ത്രി കെ മുരളീധരൻ രംഗത്തെത്തി. റെയ്ഡിനോട് യോജിപ്പില്ലെന്നും പിണറായിയുടെ ജീവൻ രക്ഷാമാർഗമായി ഇഡി വന്നതാണോ എന്നതാണ് സംശയമെന്നും കെ മുരളീധരൻ പറഞ്ഞു. 1% പോലും അതിനോട് യോജിപ്പില്ല. കാരണം ഈ നിയമം കയ്യിലെടുക്കാൻ പാടില്ല. ഈ റെയ്ഡിനോട് ഞങ്ങൾക്കൊന്നും യോജിപ്പൊന്നുമില്ല. ഇ ഡിയുടെ മാത്രമല്ല, ഈ ഒരു ആസ്ഥാനത്തുള്ള റെയ്ഡുമാണ് ഇപ്പോൾ. ഇത് റെയ്ഡ് നടത്തേണ്ട മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് എല്ലാ കോൺഗ്രസ് നേതാക്കളെയും വീടുകൾ റെയ്ഡ് നടത്തി. ഇവിടെ മാത്രം എന്തുകൊണ്ടാണ് കേരള മുഖ്യമന്ത്രിയുടെ വീട്ടിൽ കയറാത്തതെന്ന് ഇലക്ഷൻ കാലത്ത് രാഹുൽ ഗാന്ധി ചോദിച്ചു. അതിനാരും ഇപ്പോഴാണോ റെയ്ഡ് ചെയ്യുന്നത്? ഇതിപ്പോൾ പ്രതിപക്ഷ നേതാവിൻ്റെ വീട് റെയ്ഡ് ചെയ്യാൻ ആരെങ്കിലും പറഞ്ഞു? ഇത് ഇ ഡി എടുത്തൊരു നിലപാട്. ആ നിലപാടിനോട് ഞങ്ങൾക്കും ഒരു കാലത്തും ഇ ഡിയെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇത് ഞങ്ങളുടെ നിലപാട് തന്നെയാണ്. പക്ഷേ അതിൻ്റെ പേരിൽ ഇന്നലെ കാണിച്ചത് നിയമം കയ്യിലെടുക്കുക, ക്രമസമാധാനം തകർക്കുക, അതാണ് ലക്ഷ്യം. അത് കൈയും കെട്ടി നോക്കി നിൽക്കാൻ ഗവൺമെൻറ് സാധ്യമല്ല. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് അലക്സ് റാം മുഹമ്മദ് ചേരുന്നു. അലക്സ് റാം മുഹമ്മദ്, മുഖ്യമന്ത്രി വി.ഡി. സതീശൻ പ്രതികരിച്ചിട്ടില്ല. ഇന്നലെ ഡൽഹിയിൽ മാധ്യമപ്രവർത്തകർ അദ്ദേഹത്തിൻ്റെ പ്രതികരണം തേടിയതാണ്. ഒന്നും മിണ്ടാതെ അദ്ദേഹം കാറിൽ കയറി പോകുകയാണ് ചെയ്തത്. പിന്നെയും അദ്ദേഹത്തിൻ്റെ പ്രതികരണം ഇതുമായി ബന്ധപ്പെട്ട്, റെയ്ഡുമായി ബന്ധപ്പെട്ട് ഇതുവരെയും വന്നിട്ടില്ല. അതേസമയം കെ മുരളീധരനാകട്ടെ ഇ ഡി പിണറായിയുടെ ജീവൻ രക്ഷാമാർഗമായി വന്നതാണോ എന്ന സംശയമാണ് ഉന്നയിക്കുന്നത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ അലക്സ്? ദിലീപ് കുമാർ, മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഡൽഹിയിലെത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കണ്ടതിന്റെ തൊട്ടു പിന്നാലെയാണ് കേരളത്തിൽ പ്രത്യേകിച്ച് പിണറായി വിജയന്റെയും അതുമായി ബന്ധപ്പെട്ട ഈ മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട PM മുഹമ്മദ് റിയാസ് അടക്കം 12ഓളം വീടുകളിൽ ഇ ഡി റെയ്ഡ് നടക്കുന്നത് പിറ്റേ ദിവസമാണ്. ഡൽഹിയിൽ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഇതുമായി ബന്ധപ്പെട്ട് ഗൂഢാലോചന നടത്തിയെന്നാണ് CPM നേതാക്കൾ ആരോപിക്കുന്നത്. ആ ആരോപണം നിലനിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് മുഖ്യമന്ത്രി വി.ഡി. സതീശനോട് മാധ്യമങ്ങൾ ആവർത്തിച്ച് അതുമായി ബന്ധപ്പെട്ട പ്രതികരണം തേടുന്നത്. 8 തവണ ഇന്നലെയും ഇന്നുമായി, അതായത് ഡൽഹിയിലും കൊച്ചിയിലും അതുപോലെ പാണക്കാടുമൊക്കെയായി ഏതാണ്ട് 8 തവണ മുഖ്യമന്ത്രി വി.ഡി. സതീശനോട് ഇതുമായി ബന്ധപ്പെട്ട മാധ്യമങ്ങൾ പ്രതികരണം ആരാഞ്ഞിരുന്നു. അദ്ദേഹം കടുത്ത മൗനം തുടരുകയാണ്. അതായത് ഒന്നും സംസാരിക്കുന്നില്ല. ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കാൻ അദ്ദേഹം തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ആരോപണം നിലനിൽക്കുന്നുണ്ട്. ഒന്ന്, ആഭ്യന്തര വകുപ്പ് ചോദ്യചിഹ്നത്തിലായ പശ്ചാത്തലം നിലനിൽക്കുന്നുണ്ട്. കാരണം ഈ ഇ ഡി ഉദ്യോഗസ്ഥർക്ക് ആവശ്യമായ സുരക്ഷ ഒരുക്കുന്നതിൽ പോലീസിന് വീഴ്ച സംഭവിച്ചോ എന്ന ചോദ്യം നിലനിൽക്കുന്നുണ്ട്. നമുക്കറിയുന്നതുപോലെ ഇ ഡി ഉദ്യോഗസ്ഥർ സഞ്ചരിച്ച 3 വാഹനങ്ങൾ CPM പ്രവർത്തകർ അടിച്ചു തകർക്കുന്ന സാഹചര്യമുണ്ടായി. പിന്നാലെ CPM പ്രവർത്തകരെ പിടികൂടാനാകാതെ പാർട്ടി ഓഫീസിന് മുന്നിൽ പോലീസ് കാഴ്ചക്കാരായി നിൽക്കുന്ന സാഹചര്യവും ഉടലെടുത്തിരുന്നു. പോലീസിന്റെ ഭാഗത്തുനിന്ന് വലിയ വീഴ്ച, ഇതുമായി ബന്ധപ്പെട്ട് സുരക്ഷാ വീഴ്ച ഉണ്ടായെന്ന ആരോപണങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ദിലീപ് കുമാർ, പ്രധാനപ്പെട്ട ഒരു കാര്യം, ഞാൻ നിൽക്കുന്നത് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ വസതിക്ക് മുന്നിലാണ്. ഈ സുരക്ഷാ വീഴ്ചയുമായി ബന്ധപ്പെട്ട ആഭ്യന്തരമന്ത്രി തന്നെ DGP അടക്കമുള്ള പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർ അദ്ദേഹത്തിന്റെ വസതിയിലേക്ക് വിളിച്ചു വരുത്തിയിട്ടുണ്ട്. ഇന്നലെ ആഭ്യന്തരമന്ത്രി ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രതികരണം അത് ഒരു ശോഷിച്ച തരത്തിലുള്ള അല്ലെങ്കിൽ ദുർബല പ്രതികരണമാണ് അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയത്. അതായത് റെയ്ഡിനെത്തുന്ന ഉദ്യോഗസ്ഥർ തങ്ങളുമായി ബന്ധപ്പെട്ട സഹായമോ മറ്റൊന്നും ചോദിച്ചിട്ടില്ല, ഇത് തങ്ങളെ അറിയിച്ചിട്ടില്ല, അതായത് സംസ്ഥാന പോലീസിനെ ഇക്കാര്യങ്ങൾ അറിയിച്ചിട്ടില്ല എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. പക്ഷേ ഒരു ക്രമസമാധാന പ്രശ്നം ഉടലെടുക്കുമെന്ന് മുൻകൂട്ടി കണ്ട പോലീസ് അവിടെ നിലയുറപ്പിക്കുകയായിരുന്നു. പ്രത്യേകിച്ച് പിണറായി വിജയന്റെ വസതിക്ക് മുന്നിലും അതുപോലെ പാളയത്തുമൊക്കെ പോലീസ് അങ്ങനെ സ്വന്തം നിലയ്ക്ക് നിലയുറപ്പിക്കുകയായിരുന്നു എന്നാണ് ആഭ്യന്തരമന്ത്രി നടത്തിയ പ്രതികരണം. പക്ഷേ ഇത് വലിയ ചർച്ചയായതിനു പിന്നാലെയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഗവർണർ അടക്കം DGPയോട് റിപ്പോർട്ട് തേടിയിരുന്നു. ഒപ്പം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം, കേന്ദ്ര ധനകാര്യ മന്ത്രാലയം അടക്കം സംസ്ഥാന സർക്കാരിനോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. ഇതിന്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് DGP വിളിച്ചു വരുത്തി എന്താണ് സംഭവിച്ചതെന്ന് അദ്ദേഹം ചോദിച്ചറിയുന്നത്. DGP റവാഡ ചന്ദ്രശേഖർ, ഒപ്പം അദ്ദേഹത്തിന്റെ സുരക്ഷാ ഉപദേഷ്ടാവ് ഹേമചന്ദ്രൻ, ADGP ഇന്റലിജൻസ് P വിജയൻ അടക്കമുള്ള മുതിർന്ന ഉദ്യോഗസ്ഥർ ആഭ്യന്തരമന്ത്രിയുടെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അവർ കാര്യങ്ങൾ ബോധിപ്പിക്കുകയാണ്. അതിനുശേഷമായിരിക്കും ആഭ്യന്തരമന്ത്രി ഇതുമായി ബന്ധപ്പെട്ട് അടുത്തൊരു നടപടിയിലേക്ക് കടക്കുക എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. ദിലീപ് കുമാർ, തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത് അലക്സ് റാം മുഹമ്മദ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.